പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. രാരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി. ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാം. പീലിച്ചെറുതൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനിയേ ഇനിയൻ കനവിതളായി നീവാ. നിധിയേ മടിയിൽ പുതുമലരായി വാവാ. എത്ര മനോഹരമാണല്ലേ ഈ പാട്ട്. ഞാൻ 5 വർഷം മുമ്പുള്ള ഒരു വീഡിയോ സി കേരളം എന്ന ചാനലിൽ ഇന്നലെയാണ് കാണാൻ സാധിച്ചത്. ഈ പൂമുത്തോളെ എന്നുള്ള പാട്ട് പാടുന്നതും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അദ്ദേഹം ഈ സിനിമയിലേക്ക് ഈ പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഫീൽ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അമ്മ നഷ്ടപ്പെട്ട ആ സമയത്ത് 1 വർഷം കഴിഞ്ഞു എന്നൊക്കെ. ഇത് കേട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന കഥകൾ കേട്ടതിന് ശേഷം അദ്ദേഹം പാടുന്ന സന്ദർഭത്തിൽ ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടിരുന്ന ആൾ പൊട്ടിക്കരയുന്നുണ്ടായി. അത് കഴിഞ്ഞ് ആങ്കറിങ് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ടായി. അത് കഴിഞ്ഞ് റിയാലിറ്റി ഷോയിലുള്ള എല്ലാവരും കരയുന്നുണ്ടായി. കാരണം അമ്മമാർക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കും വല്ലാതെ ഫീലായിപ്പോൾ. എൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വന്നു. ഇതിൽ നിന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ അമ്മമാരെ എത്രത്തോളം നിന്ദിക്കുന്ന മക്കളുണ്ട്, അമ്മമാരെ രോഗിയാക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് അമ്മയ്ക്ക് സുഖമില്ല എന്നാണ്. ബോസിൻ്റെ കയ്യിൽ നിന്നൊരു ലീവ് സാങ്ഷനാക്കാനാണ്. ഞാനൊരല്പം താമസിച്ചപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏട്ടനെ കൊണ്ടിട്ട് എന്നെ വിളിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന ആളിൻ്റെ ഏട്ടനാണ്, അദ്ദേഹത്തിനൊരു ലീവ് സാങ്ഷനായി കൊടുക്കാവോ, അമ്മ ICUവിലാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ നാട്ടിൽ തന്നെയുള്ള ഈ ഷോപ്പിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ ഇതേപോലെ ഒന്ന് ഈ വീട് വരുന്നു പോകണം, അമ്മ ICUവിലാണെന്ന് പറയുന്നു, ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം കേട്ടപ്പോൾ അത് ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ആ വീട്ടിലേക്ക് ചെന്ന് ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുന്ന സന്ദർഭത്തിൽ വളരെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്തുകൊണ്ട് മോനെ എന്നൊരു വിളി ബാക്കിൽ നിന്നിട്ട്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായ അമ്മ പാടത്ത് പണിയെടുത്തിട്ട് കയറി വരികയാണ്. ആ അമ്മയാണ് ICUവിലാണ് എന്ന് പറഞ്ഞത്. പ്രവാസ ലോകത്ത് കണ്ടുവരുന്നൊരു വൃത്തികെട്ട പ്രവണതയാണ് അമ്മയെ രോഗിയാക്കുക, അച്ഛനെ രോഗിയാക്കുക, മക്കളെ രോഗിയാക്കുക, ഭാര്യയെ രോഗിയാക്കുക, വസ്തു നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിപ്പാൻ വേണ്ടി പറയുന്നു. എന്തു തന്നെയാലും അമ്മമാരെ പുച്ഛിച്ച് പറയുക, രോഗിയാക്കുക, അമ്മമാരെ തള്ളിപ്പറയുക, ഭാര്യമാരുടെയൊക്കെ വാക്കുകളൊക്കെ കൊണ്ടുകൊണ്ട് അമ്മയ്ക്കേറെ ശകാരവർഷം ചെയ്യുക. ഇനി എന്തൊക്കെ ചെയ്താലും അമ്മ പിടയുന്ന മനസ്സാണെങ്കിലും ചിരിച്ച മുഖത്തോടൊക്കെ ആയിരിക്കും നമ്മളെ സ്വീകരിക്കുക, നമ്മൾ പറയുന്ന വാക്കുകൾ. എന്തു തന്നെയായാലും സി കേരളം എന്ന് പറയുന്ന ആ ചാനലിലെ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണം, എന്നിട്ടൊന്ന് വിലയിരുത്തണം നമ്മുടെയൊക്കെ അമ്മമാരോട് നമ്മൾ പെരുമാറുന്നത്. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി.